അവൻ അത് ചൊട്ടയിലെ ശീലം ചൊല്ലവരെ. ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ കുഞ്ഞിനെ കർക്കശമായി ആത്മാവിൽ പ്രബോധിപ്പിച്ചു. കർക്കശമൊന്നും കാണിക്കണ്ട. വചനത്തോടുകൂടി നീ കുടുംബ പ്രാർത്ഥനയിൽ വചനം വായിച്ച് ധ്യാനിച്ചു വന്നാൽ ഒരുമിച്ച വചനം കർക്കശമോ കിടന്ന അമുറവോ ബഹളമോ ഒന്നും വെക്കേണ്ടി വരില്ല. അവർ വരും. നമുക്ക് എഴുതേൽക്കാം. എന്തുകൊണ്ട് നമ്മൾ സങ്കീർത്തനം വായിക്കുന്ന പാരമ്പര്യമല്ല ഇത്. ബൈബിൾ വായിക്കുമ്പോൾ വചനത്തിൽ കാണാം, 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാർ കൂടി വന്നിരുന്നപ്പോൾ അവർക്ക് ആത്മീയ ഗീതങ്ങൾ മാത്രമല്ല സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ പ്രബോധിപ്പിച്ചത് നമ്മൾ കാണുന്നു. അത് ജീവനായതുകൊണ്ടും അത് പരിശുദ്ധാത്മാവിൽ വിരചിതമായതുകൊണ്ടും നാം അത് പാടാറുണ്ട്. ആമേൻ. അതിൽ ധ്യാനിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് 32-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. സ്വന്തം Psalm 32. ആമേൻ. ആമേൻ. ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ആമേൻ. സ്വന്തം ചെയ്യുന്നു 32-ാം സങ്കീർത്തനം. മനോഹരമായ ഒരു സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ നരകത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ആമേൻ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോർക്കഴുതയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രന്റെ മരണത്താൽ നമ്മെ നീതീകരിച്ച കർത്താവിനെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥന ദിവസം ഇരിക്കുമ്പോൾ come forward to share the thoughts what God has put in his heart. ദൈവത്തിന്റെ മനസ്സിൽ കൊടുത്ത ചിന്തകളെ അമ്മ പ്രിയ പൈതൽ നമ്മോട് പങ്കുവെക്കും. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ മധ്യത്തിൽ കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വചനമെല്ലാം അറിയാവുന്നത് കൊണ്ടോ തികഞ്ഞവരായതുകൊണ്ടോ അല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവരെ നിർത്തും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടാകും. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ഫലം നിയമിച്ചിരിക്കും. അവിടെ അറിവോ പഴക്കമോ ഒന്നുമല്ല. അവൻ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിൽ നാം വിശ്വസിക്കുന്ന അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയായിരിക്കാം. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിപ്പാൻ അവൻ വായ തുറക്കുമ്പോൾ ദൈവം വചനം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് പകല് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സങ്കീർത്തനം നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെക്കുവാൻ ഈ അവസരം തന്ന ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. Psalm 32 is a very psalm that reflects David's personal experiences of seeking forgiveness from God. ജീവിതത്തിൽ അവൻ ഒരു അനുഗ്രഹത്തിന്റെ സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിപ്പാൻ ദൈവത്തോട് അടുത്തു വരുന്ന അവസ്ഥകളെ കുറിച്ച് ദാവീദ് വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനം. To connect this with our monthly topic, to prevent holiness be restored to God's standard, we must remember that holiness means being set apart. പ്രിയമുള്ളവരെ, ഈ മാസത്തെ നമ്മുടെ ചിന്താവിഷയത്തോടുകൂടി ഈ സങ്കീർത്തനത്തെ ഒന്ന് ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ വിശുദ്ധിയിൽ മുന്നേറണമെങ്കിൽ നമ്മൾ അത്യന്തം വേണ്ട ഒരു ഗുണവിശേഷമാണ് നമ്മുടെ ജീവിത വഴികളെ നോക്കി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ നീ ഏതിൽ നിന്ന് വീണു, ദൈവം നിന്നെ ഓർപ്പിക്കും, തെറ്റുകൾ നിന്നെ മനസ്സിലാക്കും. അവൻ നീ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് മടങ്ങി വന്ന് അവനോട് കൂടെ ചേർന്ന് അവന്റെ ഇഷ്ടം കേട്ട് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു വിശുദ്ധ ജീവിതത്തിൽ. This aligns with God's character, for He alone is righteous, truthful, and perfect. ആമേൻ. ഈ സങ്കീർത്തനം കാണിക്കുന്നു ദൈവം മാത്രമാണ് നീതിമാൻ, അവൻ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് ഈ ലോകത്തിൽ പറയാനുണ്ടെങ്കിൽ അവൻ മാത്രമേ നീതിയുള്ളൂ. അവന്റെ സ്വഭാവ ഗുണവിശേഷത്തെ ഈ സങ്കീർത്തനം എടുത്തു കാണിക്കും. We all know what it feels to
fall out of that standard, to drift and to carry guilt or to feel distant from the Lord. നമുക്കറിയാം പലപ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥകൾ വിട്ട് മാറിപ്പോകുന്ന അവസ്ഥകള്. അങ്ങനെ മാറിപ്പോകുമ്പോൾ കുറ്റബോധം വന്നിട്ട് പലപ്പോഴും പിശാചാന കുറ്റബോധത്തെ നമുക്കെതിരെ ഉപയോഗിക്കുന്നു. അവന്റെ വലിയ തല എന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. കുറ്റബോധം കൊടുക്കുക, അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. കുറ്റബോധം വരുത്തിയിട്ട് മനസ്സിനെ ഇടിച്ചു താഴ്ത്തി, ഇതാണ് അവന്റെ തല. അവൻ സ്വന്തം ചെയ്യുന്നു. പാപത്തിൽ മനുഷ്യനെ കുരുക്കിയിട്ട് പാപം ചെയ്ത് കഴിയുമ്പോൾ, കുറ്റബോധം വന്നു കഴിയുമ്പോൾ ദൈവം കുറ്റം വിധിക്കുന്നില്ല. ആരെയും ദൈവം കുറ്റം വിധിക്കും. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആരെയും കുറ്റം വിധിച്ചിട്ടില്ല. പാപിയെ നീ പറഞ്ഞ ചെയ്തില്ലയോടാൻ ചോദിച്ചോണ്ടല്ല ദൈവം ഏതത്തോട്ടത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇതാ പിശാചിന്റെ തല, അവന്റെ തല എന്ന് പറഞ്ഞാൽ നീ തെറ്റ് ചെയ്യുമ്പോൾ, നീ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ, നീ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ ആ കുറ്റബോധം വന്നിട്ട് നീ തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് പോകും. ആദമും ഹവ്വയും ദൈവം പോലും അവരെ ഒന്നും പറയാതാണ് പോയി ഒളിക്കുന്നത്. അവൻ ദൈവം വരുമ്പോൾ ദൈവസന്നിധിയിൽ കാണപ്പെടാതെ മാറിപ്പോകുന്ന അവസ്ഥ. അവൻ കുറ്റബോധത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങൾ വളരാതെ വരുമ്പോൾ, നിങ്ങളെ പാപത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, ആ പഴയ ഉത്സാഹം, പണ്ട് ദൈവത്തോടൊപ്പം നടക്കാനുണ്ടായിരുന്ന ആനന്ദം, അവൻ സ്വന്തം പണ്ട് ആരാധനയ്ക്ക് വരാനുണ്ടായിരുന്ന ചുറുചുറുക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് തളർന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഒരു എന്തൂസിയാസം ഇല്ലാതെ നിങ്ങൾ മാറുന്ന അവസ്ഥകളെ കുറിച്ച്. കാരണം പലപ്പോഴും കുറ്റബോധം, അവൻ ദൈവത്തിന് അകന്നു പോകുന്ന അവസ്ഥകൾ നമ്മൾ വന്നിട്ട് പിശാചിനെ വലിക്കുന്ന അവസ്ഥകളാണ്. ആമേൻ, സ്തോത്രം. Psalms 32 invites us to out of hiding into restoration. ആമേൻ. 30-ാം സങ്കീർത്തനം നമ്മെ ശക്തമായി പ്രബോധിപ്പിക്കുക, നീ വീണിടത്ത് കിടന്ന് ഉരുളാതെ അവൻ മടങ്ങി വന്ന് ദൈവത്തോട് യഥാസ്ഥാനപ്പെടണം. അവൻ നീ റെസ്റ്റോർഡ് ആകണം. ഇല്ലെങ്കിൽ ഒരു കാലത്തും നിന്റെ ജീവിതത്തിൽ എഴുകതി ഉണ്ടാകത്തില്ല, നന്മ നീ കാണത്തില്ല. അവൻ ഒത്തിരി കണ്ണുകൊണ്ട് കാണും കേൾക്കും, പക്ഷെ അനുഭവിപ്പാൻ നിനക്ക് ഇടയാകത്തില്ല. നന്മ പ്രാപിക്കണമെങ്കിൽ, ഉടനെ പ്രാപിക്കണമെങ്കിൽ, അവൻ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരണമെങ്കിൽ വീണിടത്ത് കിടന്ന് ഉരുളാതെ നീ എഴുന്നേറ്റ് ദൈവത്തോട് റിക്കൺസൈൽഡ് ആകണം, ദൈവത്തോട് റെസ്റ്റോർഡ് ആകണം. ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നീ കടന്നു വരണം. ഹല്ലേലൂയ. ദൃഷ്ടി വെച്ചവൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, നിന്നോട് സംസാരിക്കും, പോകേണ്ട വഴി അവൻ നിന്നെ കാണിക്കും. പക്ഷെ നീ ചെവി വെച്ചാലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ എന്നും ഒരേ അവസ്ഥയിൽ അവൻ അനുഗ്രഹം നിന്റെ മുമ്പിൽ എത്തുമ്പോഴും അത് പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥകളായിത്തീരുമെന്ന് ആത്മാവിൽ ഓർപ്പിക്കട്ടെ. It shows that holiness is not a burden, but a blessing, and that restoration isn't something to be shameful of. ആമേൻ. ഇത് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഹോളിനെസ് എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്ന അനേകർക്ക് ബർഡനാണ്, ഭാരമായി. എങ്ങനെയാണ് സാറേ ഹോളിനെസ് ഇല്ലല്ലോ, ഇനി അത് ചെയ്യണമല്ലോ. അനേകർക്ക് ഹോളിനെസ് ഭാരമാകുമ്പോൾ വിശുദ്ധി ഭാരമല്ല കേട്ടോ. വിശുദ്ധി നിന്റെ അനുഗ്രഹമാണ്. വിശുദ്ധി നിന്റെ അനുഗ്രഹമാണ്. വിശുദ്ധി നിന്റെ അനുഗ്രഹമാണ്. നീ വിശുദ്ധിയിൽ മുന്നേറുമ്പോൾ നിന്റെ നന്മകൾ അടഞ്ഞു വെച്ചിരിക്കുന്ന വാതിലുകളെ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. അനേകർക്ക് വിശുദ്ധി ഭാരമായിട്ട് ഇത് ഞാൻ ചെയ്യണമല്ലോ എന്ന് ഭാരമായിട്ട് എടുക്കുമ്പോൾ, വിശുദ്ധി ഒരു ഭാരമല്ല പ്രിയമുള്ളവരെ. വിശുദ്ധി നിന്റെ അനുഗ്രഹമാ. അവൻ ഒരിക്കലും അത് ദൈവത്തോട് നിന്നെ അകറ്റാനിടയാകല്ലേ. അത് നിമിത്തം ദൈവത്തോട് അടുത്തു വരുവാൻ, ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് വരുവാൻ അത് നിന്നെ സഹായിക്കണം. The path back to God's standard isn't complicated. It just begins with honesty, surrender, and joy. ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത് കട്ടിയുള്ളൊരു കാര്യമല്ല, അത് റോക്കറ്റ് സയൻസ് അല്ല. നിനക്കിന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വിളിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ അവൻ പലപ്പോഴും പ്രയാസമാ ആരെക്കൊണ്ട് സാധിക്കുന്നു ചോദിക്കും. ഇല്ല, പ്രയാസമുള്ളൊരു കാര്യമല്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നീ അറിഞ്ഞിട്ട് നിനക്കൊരു താഴ്മയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ, എനിക്കെന്റെ ദൈവം മതി, ഈ ലോകത്തിൽ മറ്റുള്ളതിനേക്കാളെല്ലാം ഉപരി എന്റെ ദൈവത്തിന് ഇഷ്ടം മതി, ദൈവത്തിന്റെ വ്യവസ്ഥ മതി, ദൈവം തരുന്നത് മതി എന്ന് നീ മനസ്സ് വെച്ച് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ അവന്റെ അടുക്ക വരാൻ ഒരു പ്രയാസവുമില്ല. അവൻ സ്വന്തം അവന്റെ അടുക്ക വരാൻ ഒരു പ്രയാസവുമില്ല. ഓടി അവന്റെ അടുക്കൽ എത്താം. അവൻ അതുകൊണ്ട് ആ കഥ പറയണ ബൈബിളിൽ ഞാൻ പറയും, കുഞ്ഞു പറയുമ്പോൾ ആ ദൂത് അറിയാതെ വരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. അവൻ യെശയ്യാ പറയുന്നത് 1-ാം അധ്യായത്തിൽ പറയുക, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുചുവപ്പായിരുന്നു. വാ എന്റെ അടുക്കൽ, നമുക്ക് തമ്മിൽ വാദിക്കാം, വാ എന്റെ അടുക്കൽ. അവൻ ഞാൻ ഹിമം പോലെ എന്ത് ചെയ്യാം, ഒളിപ്പിക്കാം. അയ്യോ, കർത്താവ് നിന്നെ മാടി വിളിക്കുക. നീ ആ മനസ്സ് വെച്ചിട്ട് നിന്റെ പാപം കിടന്ന് ഉരുണ്ട് മറ്റുള്ളവരെ അക്യൂസ് ചെയ്യാതെ. പലപ്പോഴും നമ്മുടെ പരിപാടി അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ സമ്മതിക്കാതെ, നീ എനിക്ക് കൂട്ടായി തന്ന ഭാര്യ പറിച്ചു തിന്നു, എനിക്കും തന്നു. അവസാനം അൾട്ടിമേറ്റ് കുറ്റം ആടമണ്ടയ്ക്ക ദൈവം. നീ മറ്റുള്ളവരെ വെള്ളി ചൂണ്ടി അവരെ കുറ്റം വിധിക്കാതെ ഞാൻ തെറ്റിപ്പോയെന്ന് പറയാൻ
ഒരു ഹംബിൾനെസ് ഓഫ് ഹാർട്ട്, നിന്റെ ജീവിതത്തിന്റെ തെറ്റ് സമ്മതിക്കാൻ ഒരു താഴ്മയുള്ളത്. കർത്താവേ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല, ഞാനാണ് ഉത്തരവാദി എന്ന് പറയാൻ നിനക്കൊരു മനസ്സുണ്ടായി അവന്റെ അടുക്കലേക്ക്, അവന്റെ ആ മാനദണ്ഡത്തെ കൊണ്ട് വന്നാൽ ഒത്തിരി ഈസിയാ കർത്താവിന്റെ അടുക്ക വരാൻ. ഒത്തിരി ഈസി എന്ന് മാത്രം, നീ അടുത്ത് വരുമ്പോൾ അവൻ സ്വന്തം മുടിയപ്പുത്തന്റെ കഥയിലെ പോലെ അവൻ മാറി നിൽക്കത്തില്ല. നീ എത്ര കുറവ് നിന്നെ ചേർത്ത് നാറുന്ന അവസ്ഥ കെട്ടിപ്പിടിച്ചവൻ നിന്നെ ചുംബിക്കുമെന്ന് മാത്രമല്ല, നിന്നെ വീട്ടിനകത്ത് ആരെല്ലാം എത്ര വിശുദ്ധന്മാരായ ചേട്ടന്മാർ നിന്നെ മാറി നിന്ന് വിധിച്ചാലും അവരുടെ വിധി കേൾക്കാതെ, നാട്ടുകാരുടെ പറച്ചിൽ കേൾക്കാതെ, വിമർശകരുടെ വിമർശനം കേൾക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല അപ്പന അവൻ സ്വർഗീയനായ ദൈവം. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിലേക്ക് വരുന്നത് കട്ടിയുള്ളൊരു കാര്യമല്ല. നിനക്കൊരു വിനയവും നിന്റെ കുറവ് സമ്മതിക്കാൻ മനസ്സും ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരാൻ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി. For this Sam, I want to specifically look at the first 7 verses. ആമേൻ. ആദ്യത്തെ 7 വാക്യങ്ങള് ഈ സങ്കീർത്തനത്തിലെ നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ 7 വാക്യങ്ങളെ ഒന്ന് വിഭജിച്ച് അവൻ ചിന്തിപ്പാൻ, ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ 7 വാക്യങ്ങൾ. Starting off with verses 1 and 2, it starts by saying that holiness begins with grace. ആമേൻ. 1-2 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും. വിശുദ്ധിയുടെ ആരംഭം കൃപയാല. കൃപ എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. നിനക്ക് അത് ഒരിക്കലും അർഹതയില്ല. കാരണം ലംഘനം ഒന്ന് ക്ഷമിക്കുക, പാപം എന്ത് ചെയ്യുക, പാപം ഇല്ലാഞ്ഞിട്ടല്ല, ലംഘനം ഇല്ലാഞ്ഞിട്ടല്ല, അർഹതയില്ല നിന്നോട് ക്ഷമിക്കാൻ. നിന്നെ പണിഷ് ചെയ്യേണ്ടതാ, അവൻ നിന്നെ കീറേണ്ടതാ, നിന്നെ നരകാഗ്നിയിൽ ഇടേണ്ടതാ. പക്ഷെ ദൈവം കൃപയാൽ ഗ്രേസിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ. കൃപയാൽ നീ ഡിസേർവ് ചെയ്യാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ഒരിക്കലും അത് തരരുത്, നിന്നോട് ക്ഷമിക്കരുത്. അന്നേരവും അവന്റെ കൃപ അൺമറിറ്റഡ് ഗിഫ്റ്റിനാൽ നിന്റെ പാവങ്ങളെ ക്ഷമിച്ച് ലംഘനങ്ങളെ മറച്ച് നിന്നെ നടത്തുന്ന ദൈവത്തെ കുറിച്ച് 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. God reminds us that His standard starts with what He does and not what we do. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധി നമ്മൾ ചെയ്യുന്നതിനെ ആസ്പദമാക്കിയല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ ഇത് ചെയ്തത് കൊണ്ട് ആരാധിക്കും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതാ നിങ്ങളുടെ ഹൃദയം. ഇന്ന് പകൽക്കാലം നിനക്ക് വന്നിരുന്ന് ആരാധിക്കാൻ കഴിയില്ല. ആ പരീക്ഷനെ പോലെ അനുഗ്രഹം പ്രാപിക്കാത്തവനായി തിരിച്ചു പോകും. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ ചെയ്തത് കൊണ്ടോ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടോ വിശുദ്ധനായതുകൊണ്ടോ അല്ല, അവൻ ചെയ്ത പ്രവൃത്തി, സ്വർഗത്തിലെ ദൈവം ചെയ്ത പ്രവൃത്തി, അവൻ എന്റെ ലംഘനം മറച്ചതുകൊണ്ട്. ഇന്ന് പോലെ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഹല്ലേലൂയ, അവൻ സ്വന്തം ചെയ്യുന്നു. എനിക്ക് വേണ്ടി എന്റെ പാപം ഏറ്റെടുത്ത് കുരിശിമേൽ കയറി അവന്റെ എന്റെ ശാപം മാറ്റി അവന്റെ പാപമൃത്യുവാൻ, പാപത്തിന്റെ ശമ്പളമായ മരണം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് അവൻ പിടഞ്ഞു മരിച്ചതുകൊണ്ട് ഇന്ന് പകൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ, ആരാധനയ്ക്ക് വരുവാൻ എന്നെ യോഗ്യനാക്കി. അപ്പൊ ഞാൻ ചെയ്തതല്ല എന്റെ വിശുദ്ധിക്കാധാരം, അവൻ ചെയ്തതാണ് എന്റെ വിശുദ്ധിക്കാധാരം. David describes sin with 3 words: transgression, which means open rebellion; sin, which is missing God's mark; and iniquity, which is eternal corruption. ആമേൻ. സ്വന്തം അവിടെ 3 കാര്യങ്ങള് ദൈവം ദാവീദ് പറയുകയാണ്. സ്വന്തം ലംഘനം, സ്വന്തം പാപം, അകൃത്യം, 3 കാര്യങ്ങള്. സ്വന്തം ലംഘനം എന്താ? വാട്ട് ഇസ് ട്രാൻസ്ഗ്രഷൻ? Open rebellion. ദൈവത്തോടുള്ള മറുതലിപ്പ്. ശ്രദ്ധിക്കണമോ, അതൊക്കെ മർമ്മങ്ങളാ. ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യുന്നു, നിന്നെ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവദാസന്മാരിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി ഓർപ്പിക്കുന്നു. പക്ഷെ നീ ഇന്റൻഷനലി അതിനോട് മറുതലിക്കുന്നു. പറയുന്നു, മോനെ ഇതാ ശരി, നീ ഇങ്ങനെ ചെയ്യണോ പറയുന്നു, നീ അത് കേൾക്കാതെ ഇന്റൻഷണൽ ആയിട്ട്. ദാറ്റ് ഇസ് വാട്ട് ട്രാൻസ്ഗ്രഷൻ. അതിനെയാണ് ലംഘനം. ദൈവം പറയുന്ന ഒരു കാര്യം നിന്നെ ഓർപ്പിച്ചിട്ട് നിനക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ ഇന്റൻഷനിൽ നീ ചെയ്യുന്നതിന് ലംഘനം. അടുത്തത് സിൻ. Sin is missing God's mark. അതെ, ഗുഡ്. സിൻ എന്ന് പറഞ്ഞ പദം ഗ്രീക്കില് അമാർഷ്യ. നിങ്ങൾക്കറിയാമോ അത്? ആ പദം പറയുന്ന പണ്ട് ഒളിമ്പിക്സിൽ നിങ്ങൾക്കറിയാം അമ്പെയ്ത്ത് മത്സരമുണ്ട്. ബുൾസായി എന്ന് പറഞ്ഞ വലിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടായി, സർക്കിൾ വെച്ച് നടുക്ക് കറുത്ത പൊട്ടുള്ള ആ പൊട്ട് നോക്കിയാണ് അമ്പെയ്ത്തുകാര് എയ്യുന്നത്. അത് എയ്യുമ്പോൾ ആ കറക്റ്റ് സെന്ററിൽ വീഴാതെ മാറി വന്ന് പതിക്കുമ്പോൾ അമാർഷ്യ. ലക്ഷ്യം തെറ്റിപ്പോയി. ദൈവം വ്യവസ്ഥ വെച്ച വചനത്തിൽ നിന്ന് നീ വഴിമാറി നടന്നാൽ അത് പാപം. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റിയാൽ പാപം.
നീ എവിടെ ആരാധനയ്ക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വചനം എപ്പോഴും അറിയണം. കർത്താവെ, ലക്ഷ്യം തെറ്റിപ്പോകാനിടയാകല്ലേ, വ്യക്തിവ്യവസ്ഥ നടക്കണം. അടുത്തത് ഇനിക്വിറ്റി. ഇനിക്വിറ്റി വാസ് ഡെഫിനിഷൻ internal corruption. ആന്തരികമായ കറപ്ഷൻ. ഹല്ലേലൂയ. ആന്തരികമായി സ്വതം ചെയ്യുന്നു. യേശു പറഞ്ഞു, ഒരുവനെ അശുദ്ധനാക്കുന്നത് എന്താണെന്നറിയാമോ? അകത്തോട്ട് കഴിക്കുന്നതൊന്നും അല്ല, ആന്തരികമായ കറപ്ഷൻ. നിങ്ങളുടെ തമ്പിയുടെ ഹൃദയം എന്നൊരു ലഘുലേഖ വായിച്ചിട്ടുണ്ടെങ്കിൽ യേശു നോക്കി ചോദിച്ചാൽ മതി. മത്തായി സുവിശേഷം, മാർക്കോസ് സുവിശേഷം, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, ഒരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. അവൻ ആന്തരികമായി അവൻ സ്വന്തം ചെയ്യുന്നു. നീ കറപ്റ്റഡ് ആകുമ്പോൾ, ഹല്ലേലൂയ, അവൻ സ്വന്തം ആന്തരികമായി നീ പിശാചിനാൽ, പാപത്താൽ കറപ്റ്റഡ് ആകുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് നിന്റെ അവൻ അകൃത്യം എന്ന് പറയുന്ന കാര്യം. David describes God's forgiveness with 3 acts. God forgives rebellion, God covers sin, and God does not count iniquity against us. നോക്കൂ, ദാവീദ് പറയുക, ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യനോട് ദൈവം കണക്കിടാതെ, മനുഷ്യനോട് ദൈവം അവനെ അക്കൗണ്ടബിൾ ആക്കാതെ, മനുഷ്യനോട് ദൈവം പകരം ചോദിക്കാതെ മറച്ചു കളയുന്ന ഒരു അവസ്ഥ ഈ ഭൂമിയിൽ ഏത് മതത്തിന് അത് കൊടുക്കാൻ കഴിയും? എവിടെ അത് കിട്ടാൻ കഴിയും? അവൻ ഈ ഭൂമിയിൽ ഒറ്റ മതങ്ങളിലും ഇതില്ല കേട്ടോ, ഉപദേശമില്ല. മറ്റൊരൊറ്റ മതങ്ങൾ പറയുന്ന അവർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവ് അകൃത്യം കണക്കിടാത്തത് മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം കണക്കിടുന്നില്ല അകൃത്യം. അവൻ സ്വന്തം പാപത്തെ ദൈവം മറയ്ക്കുന്നു, ലംഘനത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ദൈവത്തിന് മാത്രമേ ഇത് നമ്മോട് ചെയ്യാൻ കഴിയുകയുള്ളൂ. This is God restoring us back to His standard. നോക്കൂ, ദൈവം നിങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ പാപങ്ങളെ മറയ്ക്കുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങളെ കണക്കിടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളെ തിരിച്ചു വരുത്തുകയാണ്. ദൈവത്തിന്റെ വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ആരവന്റെ അടുക്ക വരണം? അശുദ്ധങ്ങളുടെ അടുക്ക വരാൻ പറ്റത്തില്ല. അനീതിയിൽ നടക്കുന്നവനോട് അടുക്കം വരാൻ പറ്റില്ല. അകൃത്യത്തിൽ ജീവിക്കാൻ വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മൂന്നും നടക്കാതെ ദൈവത്തിനടുക്ക വരാൻ പറ്റത്തില്ല. ദൈവം ഈ 1-2 വാക്യങ്ങൾ കൃപയാൽ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക, തന്നോട് അടുപ്പിക്കാൻ തക്കവണ്ണം ദൈവം തന്റെ കരം നീട്ടുകയാണ്. This is not by ignoring sin and not by adjusting the standard, but by lifting us up to His standard through forgiveness. പ്രിയമുള്ളവരെ, അത് ഈ ലോകത്തിലെ മാനദണ്ഡത്തോട് നമ്മൾ അനുകൂലമായതുകൊണ്ട് വരുത്തുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ താണിടത്തേക്ക് വന്ന് അവൻ നമ്മളെ അവന്റെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. നാം ഈ താണഭൂമിയിൽ ചെയ്ത എന്തെങ്കിലും പ്രവർത്തികളുണ്ടല്ല, ദൈവം തന്റെ വിശുദ്ധിയിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുകയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. In verses 3 and 4, it shows us the misery of secrecy. What happens when we try to live on our own? 3-4 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഈ ലംഘനം മറച്ച് പാപം തന്നെത്താൻ അത് ഏറ്റുപറയാതെ ഒളിപ്പിച്ചാൽ, പ്രിയമുള്ളവരെ, ജീവിതത്തില് സ്വന്തം നിങ്ങളുടെ ട്രാൻസ്ഗ്രഷനും നിങ്ങളുടെ സിന്നും നിങ്ങളുടെ ഇനിക്വിറ്റിയും നിങ്ങൾ ഹൈഡ് ചെയ്താൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന കഷ്ടം, നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ആ ദുരിതം, അതിനെക്കുറിച്ചാണ് അടുത്ത 2 വാക്യങ്ങൾ പറയുന്നത്. മനുഷ്യൻ പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവം ഇതാ, ഹൈഡ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നോക്കിയാൽ മതി. ഇതാരും പഠിപ്പിക്കുന്നതല്ല, നാച്ചുറൽ ആയിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ളതാ. ഒരു കുഞ്ഞിനോട് സ്വന്തം തൊടലേ അടിക്കും എന്ന് പറയുമ്പോൾ അവന് അപ്പനും അമ്മയും നോക്കാതിരിക്കും, എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. അമ്മയോട് മാറ്റി കഴിഞ്ഞാൽ പതുക്കെ കൈനീട്ടി, അല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാത്ത് വെക്കാൻ. കുഞ്ഞിനെ ഇതാരാ പഠിപ്പിച്ചത്? നോക്കണം, നമ്മളിലൊക്കെ ഉള്ള സ്വഭാവമാ മറച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഒളിപ്പിച്ച് വെക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അത്തിയലകളൊക്കെ കൂട്ടിത്തുന്നിയിട്ട് നമ്മുടെ പാപങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന പരിപാടികൾ മനുഷ്യ സഹജമാണ്. സ്വന്തം ഒളിപ്പിക്കാൻ നോക്കും. മനുഷ്യൻ ഒളിപ്പിക്കുമ്പോൾ പ്രശ്നമാണ്. ഒളിപ്പിക്കും തോറും നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഒളിപ്പിക്കും തോറും ജീവിതത്തിൽ ദുരിതങ്ങളിൽ കൂടി പ്രിയമുള്ള ദൈവമക്കളെ ഞാനും നിങ്ങളും പോകേണ്ടതായി വരും. As hidden sin can result in a loss of clarity and a block between you and God, just know that holiness can't grow in the dark and restoration cannot begin in silence. ഒരു കാര്യം ഓർക്കണം, ഈ ലംഘനം ഏറ്റുപറയാതെ, പാപം ഏറ്റുപറയാതെ, അകൃത്യം ഏറ്റുപറയാതെ ക്ഷമ പ്രാപിപ്പാൻ കഴിയുകയില്ല. ഇരുട്ടിനകത്ത് ഇരുന്നുകൊണ്ട്
പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചിന്തിക്കരുത്. ആമേൻ. നിന്റെ കുറവുകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കുറവ് നീ തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രമേ കരുണ കിട്ടത്തുള്ളൂ. നമ്മൾ ദൈവ വിടുതൽ അനുഭവിക്കണമെങ്കിലോ കർത്താവെല്ലാം അറിയുന്നില്ലേ, അങ്ങ് ക്ഷമിച്ചോ, ഇല്ല, നടക്കത്തില്ല. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ ദൈവമെല്ലാം അറിയുന്നുണ്ടല്ലോ, ഇല്ല, നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അവൻ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നീ കണ്ടുപിടിച്ച് ഏറ്റുപറയണം. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് രഹസ്യത്തില് ഒരു കാര്യം അവൻ കളയാൻ സാധിക്കത്തില്ല, ഇരുട്ടിൽ അത് മറയ്ക്കാനും കഴിയത്തില്ല. നീ ഏറ്റുപറയാതെ നിന്റെ തെറ്റ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കുറിവാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അവൻ അതിനെ മറച്ചു വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്ത് ജീവിക്കാനല്ല. തെറ്റ് തെറ്റാണെന്ന് ആത്മാവ് ബോധ്യമാക്കുമ്പോൾ അതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. Verse 5 is basically the guide us believers should follow, which is the path that David took to ask for forgiveness and repentance. ആമേൻ. പ്രിയമുള്ളവരെ, 5ാമത്തെ വാക്യം ഏതൊരു മനുഷ്യനും പിൻപറ്റേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കണ്ടു 2ഉം 3ഉം വാക്യങ്ങൾ, 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നോക്കണം, ലംഘനം മറച്ചു വെച്ചാൽ, അത് ഏറ്റു പറയാതെ രഹസ്യത്തിൽ വെച്ചാൽ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാ പറയുന്നത്? നിത്യമായ ഞരക്കം, അല്ലേ? അസ്ഥികൾ ക്ഷയിക്കും. അടുത്തത് എന്തുവാ? ദൈവ കൈ നിന്റെ മേൽ ഭാരമാകും. നന്മയ്ക്ക് പകരം കൈ നിനക്ക് എന്തായിട്ട് മാറും? ആ കൈ നിന്റെ കൂടെ ഉള്ളപ്പോൾ അത് നിനക്ക് അത്ഭുത പരിജ്ഞാനമായി തീരേണ്ടത് ആ കൈ, പക്ഷെ ഇന്ന് നിനക്കത് ഭാരമാണ്, ബർഡനായ കൈയായിട്ട് മാറും. അടുത്തറിയ മജ്ജ, നിന്റെ അസ്ഥിയിലെ മജ്ജ, നിനക്ക് ഊർജം തരുന്ന മജ്ജ വറ്റിപ്പോകും. നീ ടയേർഡാകും, നീ ക്ഷീണിതനാകും. ഇന്ന് പകൽക്കാലം ഓർത്തോ, മറച്ചു വെച്ച് രഹസ്യത്തിൽ പാപം പരിഹരിക്കപ്പെടത്തില്ല. നീ അതിന് പരിഹാരം വരുത്താൻ ദൈവസന്നിധി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അടുത്ത 5ാമത്തെ കാര്യമാണ്. 5ാമത്തെ വാക്യത്തിൽ പറയുക, ഏതൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ പാപം കർത്താവിനോട് അറിയിക്കും. കർത്താവ് അറിയുന്നല്ലോ. കർത്താവ് അറിയുന്നുണ്ട്, പക്ഷെ നീ പറയണം. ദൈവം ചോദിച്ചു, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ? ദൈവത്തിന് അറിയത്തില്ലേ തിന്നോന്ന്? ഹീസ് എൻ ഓംനിഷ്യന്റ് ഗോഡ്. സർവജ്ഞാനിയായ ദൈവമാ. അവൻ വരുന്നതിന് മുമ്പ് കണ്ടതാ അവൻ ചെയ്യുന്നത്. പക്ഷെ ഏറ്റു പറയണം. പക്ഷെ അവിടെ ആദം ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അക്യൂസ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അവൻ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്ന 5ാമത്തെ വാക്യം നമ്മൾ എല്ലാവരും ചെയ്യണം. റെസ്റ്റോറേഷൻ പ്രാപിക്കണേ, ജീവിതത്തിൽ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ ആ റെസ്റ്റോറേഷൻ, യഥാസ്ഥാനം. ദൈവം നിന്നെ അവൻ സ്വയം പുതുക്കണേ, ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണേ. ഇന്ന് പകൽക്കാലം സഭയോട് പരിശുദ്ധാവ് പറയുക, 5ാമത്തെ കാര്യം ഞാൻ നിങ്ങളും ചെയ്യണം. അവൻ അവിടെ പറയുന്നു, പാപം ദൈവത്തോട് അറിയിച്ചു. അകത്തി എന്ത് ചെയ്തില്ല? ഒളിപ്പിച്ചില്ല, മറച്ചില്ല. അവൻ സ്വന്തം ചെയ്യുന്നു, ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു. I will confess. അപ്പം ദൈവം കുറ്റം ചെയ്തു, ക്ഷമിച്ചു. അപ്പൊ ഈ 5ാമത്തെ കാര്യം നമ്മൾ എല്ലാവരും ചെയ്യണം. David had confessed his sin to the Lord instead of hiding it, and the Lord had forgiven him. ആമേൻ. പ്രിയമുള്ളവരെ, തന്റെ പാപം ഒളിപ്പിക്കാതെ ആമേൻ ദൈവത്തോട് ദാവീദ് ഏറ്റുപറയാനിടയായി. അവൻ നാഥാൻ ഭവാനിൽ കൂടി അവനെ മുഖത്ത് നോക്കി, നീയാണ് പാപി എന്ന് പറയുമ്പോൾ, ദുഷ്ടെന്ന് പറയുമ്പോൾ, അവൻ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, ഏറ്റുപറഞ്ഞു, മറച്ചു വെച്ചില്ല, ജസ്റ്റിഫൈ ചെയ്തില്ല. പറഞ്ഞ നാഥാനെ കൊല്ലാനോ അവനെ തടവിലടയ്ക്കാനോ പോയില്ല. പാപത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുത്തു. That doesn't mean we should just go to the Lord and ask Him for repentance when we repeat the sin that we already asked forgiveness for. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം വീണ്ടും നീ തെറ്റ് ചെയ്യത്തില്ലെന്നല്ല. അവൻ സ്വന്തം നീ തെറ്റ് ചെയ്ത തെറ്റ് ചെയ്യരുത്. നീ ഏറ്റു പറഞ്ഞാൽ അവൻ നീ റിപ്പന്റ് ചെയ്ത് പിന്നെ പഴവഴികളിലേക്ക് പോകുവാൻ നിനക്കിടയാകില്ല. പക്ഷേ അവൻ ഇനി ഒരു വേള നീ ചെയ്താൽ ഇതേ പ്രവൃത്തി നീ ഏറ്റു പറയേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നേരത്തെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഓരോ ദിവസവും നാം ഇനി രക്ഷിക്കപ്പെടും. എന്റെ കർത്താവ് വരുമ്പോൾ അത് പ്രക്രിയ, റെസ്റ്റോറേഷൻ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ക്രിസ്തുവാകുന്ന തലയോളം ഓരോ നിമിഷവും നാം വളരണം. അവൻ ഓരോ ദിവസവും വരുന്ന തെറ്റുകള് തിരിച്ചറിയുമ്പോൾ നാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ, രാവിലെ തോറും ദുഷ്ടന്മാരെ ഒക്കെ നശിപ്പിക്കുന്നു പറഞ്ഞ പോലെ, അവൻ നിന്നിലെ ദുഷ്ടതകൾ തിരിച്ചറിയുമ്പോൾ അതിനെ കട്ട് ഓഫ് ചെയ്യണം, കൊല്ലണം, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം എന്ന ദൈവത്തിനാനത്തിൽ നാം അവൻ വായിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്നു. We need to know that honesty unlocks holiness, and you can't perfect holiness without confession. പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് ഏറ്റവും വലിയ ആധാരമായ ഒരു മാനദണ്ഡമാണ് സത്യസന്ധത.
സത്യസന്ധതയില്ലെങ്കിൽ വിശുദ്ധി പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല. നീ ദൈവത്തോട് സത്യസന്ധനാകണം. ആമേൻ. സ്വന്തം അനന്യാസിനെ സഫീറയെ പോലെ ആകല്ലേ. കൃപയുടെ യുഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് നീ വെള്ളക്കള്ളത്തിൽ ജീവിച്ചാൽ ശരിയാകത്തില്ല. അകൃത്യമാ, അനർത്ഥമാ. അനന്യാസിനെ സഫീറയും നോക്കുമ്പോൾ വിറച്ചു പോകുന്ന ഒരു വിഷയമാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കേണ്ടതിന് ഏറ്റുപറഞ്ഞു. ഹോണസ്റ്റി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കരുത്. ഉടമനക സ്വന്തരെ ദിവസം വരുമ്പോൾ, നീ ദൈവത്തോട് അടുത്തു വരുമ്പോൾ സ്വന്തം ആ ഒളിവോടും വക്രതയോടും വഞ്ചനയോടും കടന്നു വരാനിടയാകല്ലേ. ഒരിക്കലും ഹോണസ്റ്റിയാണ് എപ്പോഴും ജീവിതത്തിൽ സത്യസന്ധതയാണ് നീ ദൈവത്തിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ ആദ്യമായി നിന്നിൽ ആവശ്യമായിരിക്കുന്ന കാര്യം. Moving on to verses 6 and 7, we can see this as a reflection from David, having hid from God to now hiding in God. ആമേൻ. സ്വന്തം ചെയ്യുന്നു. 6 വാക്യങ്ങളില് ആമേൻ സ്വന്തം ചെയ്യുന്നു. അവൻ പറയുന്നു സ്വന്തം കുറവുകളെ ഏറ്റു പറയുമ്പോൾ മറവിടമായി വെളിപ്പെടുന്നു ഒരു ദൈവം. കടനകസിയ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നിന്നെ ഒളിപ്പിക്കുന്ന മർമ്മങ്ങളാണ്. പ്രിയമുള്ളവരെ, ഭജനത്തിന്റെ ആളുകളൊക്കെ മണിക്കൂറുകള് വർഷങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൂതുകൾ അതിനകത്തുണ്ട്. കാരണം ആകപ്പാടെ പുള്ളി വേറെ ഒന്നും ചെയ്തില്ല. ഏറ്റു പറയുന്നു, പറഞ്ഞതേ ഉള്ളൂ. ക്ഷമിച്ചു എന്ന് മാത്രമല്ല, മറവിടമായി. ദാവീദിനെ നോക്ക്. അഹീത്തോഫേൽ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. ദാവീദിന്റെ കൗൺസിലർ ആയിരുന്നു. ബൈബിൾ പറയുന്നു, അവൻ ആലോചന പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ഇന്ന് വിളിച്ച് കർത്താവെ ഞാൻ വന്ന് കൗൺസിലിങ്ങിന് വരിക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ചെന്നാൽ ദൈവം എങ്ങനെ നിങ്ങളോട് പറയുന്നു അതേപോലെ പറയാൻ ആത്മാവുള്ള മനുഷ്യനായിരുന്നു ആര്? അഹീത്തോഫേൽ. വിശുദ്ധിയിൽ ജീവിച്ച മനുഷ്യൻ, ന്യായപ്രമാണം പാലിച്ച മനുഷ്യൻ. തന്റെ കൊച്ചുമകളായ ബത്ശിബയെയാണ് സ്വന്തം ചെയ്യുന്നു ഈ ദാവീദ് പിഴപ്പിച്ചത്. തന്റെ കൊച്ചുമരുമകനായ ഉറിയാവിനെയാണ് ഈ ദാവീദ് കൊന്നത്. അഹീത്തോഫേലിനെ ക്ഷമിക്കാൻ പറ്റിയില്ല. പക്ഷേ പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് അടുത്തു വന്ന സ്വന്തം ചെയ്യുന്നു ദാവീദിന് ദൈവം എന്തായിട്ട് മാറി? ഒരു മറവിടമായി മാറി. കാണണമെന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വിശുദ്ധി കൊണ്ടോ നിന്റെ വിശുദ്ധി വേണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്ന നിന്റെ പ്രവൃത്തിയല്ല ആധാരം. ഈ ലംഘനം ക്ഷമിച്ചും പാപം മറിച്ച് കിട്ടുന്ന അവസ്ഥ ഒന്ന് കണ്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോ. നമ്മുടെ മാനദണ്ഡം വെച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നോക്കൂ, അഹീത്തോഫേൽ തെറ്റുകൾ ചെയ്യാത്ത നീതിമാൻ. അഹീത്തോഫേലിന്റെ അന്തം എന്താണെന്ന് അറിയാമോ? He hanged himself and killed. അവൻ തൂങ്ങിച്ചത്തു. അവൻ ഉത്തരത്തിൽ തൂങ്ങിച്ചത്തു. മരത്തിനെ തൂങ്ങുന്നവനൊക്കെ എന്തുവാ? ശപിക്കപ്പെട്ടവനായി. ആരാ? പാപം ചെയ്യാത്ത നീതിമാനായി ജീവിച്ചൊരു അഹീത്തോഫേല്. എന്നാൽ ലംഘനം ചെയ്ത ദാവീദിന് ദൈവം എന്തായിട്ട് മാറിയെന്നറിയാമോ? ഒരു മറവിടം. അതാ അടുത്ത 2 വാക്യങ്ങളിലെ 7-ാം വാക്യം 6-ാം വാക്യം പറയുക. സ്വന്തം ചെയ്യുന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് സ്വന്തം പ്രാർത്ഥിക്കും. കുറവ് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ വരുമ്പോ പെരുവെള്ളം വരും നിന്നെ മുക്കാന്. നിന്റെ പ്രാണനോടും അത് എന്ത് ചെയ്യത്തില്ല, എത്തത്തില്ല. 7-ാമത്തെ വാക്യം, നീ എനിക്ക് എന്തായിട്ട് മാറും? മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കും. തീർന്നില്ല, ഉല്ലാസം കൊണ്ട് കോശം കൊണ്ട് അവൻ നിന്നെ ചുറ്റിക്കൊള്ളും. നിന്നെ ചുറ്റിക്കൊള്ളും. ആമേൻ. Holiness isn't just simply avoiding our sins, but instead it is dwelling in His presence. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ നീതി ചെയ്യുന്നു, അതല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് അപ്പനോടൊപ്പം വസിക്കുന്നതാണ് വിശുദ്ധി. നമ്മുടെ വിചാരമോ ഞാൻ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല. നീ ദൈവത്തിന്റെ അടുക്കൽ കാണപ്പെടുന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ആരാധനയുടെ സമയങ്ങൾ കാണപ്പെടും, ദൈവം നിനക്ക് പ്രാർത്ഥനകൾക്ക് അവസരങ്ങൾ തരുമ്പോൾ ഓടിയെത്തുന്നില്ലെങ്കിൽ, നീ ദൈവത്തെക്കാൾ വഴി മറ്റുള്ള കാര്യങ്ങൾക്ക് അമുടിയപുത്രം പോയതുപോലെ ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നീ ഓടുമ്പോൾ ദൈവസന്നിധി വിട്ട് അകന്നു പോകുകയാ. ശുഭപദകസ്യ. മനസ്സ് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും അവന്റെ സന്നിധിയിൽ എപ്പോ വേണമെങ്കിലും എത്താൻ പറ്റും. ഉടമനകസ്യ. ജോലി ചെയ്യുമ്പോൾ അവന്റെ സന്നിധി നിൽക്കാം. അടുക്കള ജോലി ചെയ്യുമ്പോൾ സന്നിധി നിൽക്കാം. സ്കൂളിൽ ഇരിക്കുമ്പോൾ സന്നിധിയിൽ നിൽക്കാം. ഇല്ല, ദൈവം കോർപ്പറേറ്റ് ആയിട്ട് നിന്നെ ഒരു സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ നിനക്ക് ഓടിയെത്താം. മനസ്സ് വെച്ചാൽ കഴിയാത്തതൊന്നുമില്ല. വിശുദ്ധി എന്ന് പറയുന്നത് കേവലം ഞാൻ നന്നായി പാപം ചെയ്യുന്നില്ലെന്നൊരു കാര്യമല്ല, അപ്പനോടുകൂടെ വസിക്കുന്നതാണ് വിശുദ്ധി. ഉടമനക ശ്രദ്ധ. അതാണ് ആ മുനിയപുത്രൻ ഇട്ടേച്ച് കളഞ്ഞിട്ട് ഓടിപ്പോയത്. പോയപ്പോൾ അവനുള്ളതെല്ലാം ശൂന്യമായി പോയി. അപ്പന്റെ അടുക്ക മടങ്ങി വരും ഉല്ലാസ ഘോഷം കൊണ്ടൊരു ചുറ്റലുണ്ട് കേട്ടോ. അപ്പന്റെ സന്നിധി വസിക്കുന്നതാണ് വിശുദ്ധി.
His presence is a place where fear can't overcome us, and where shame has no place when we realize our sin and turn away from it. പ്രിയമുള്ളവരെ, ഈ ദൈവസന്നിധിയുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഭയം നിന്നെ ഓവർകം ചെയ്യത്തില്ല. ഭയം നിന്റെ ജീവിതത്തെ തകർക്കത്തില്ല. ഇന്ന് അനേകര് കർത്താവിനെ അറിയാമെങ്കിലും പേടിയിലാണ് ജീവിക്കുന്നത്. ഭയം കൊണ്ട് അവർ ഓടുന്നു, ചാടുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ ചൊല്ലും, ഫറവോന്റെ കൈക്കീഴിൽ കിടന്ന ഇസ്രായേൽ മക്കളെ പോലെ ഭയം കൊണ്ട് അടിമവേല ചെയ്ത് വളരെ തളരുന്നു. ഉടമന ദൈവസന്നിധി വസിച്ചാവുണ്ടല്ലോ, ഹല്ലേലൂയ. ഫറവോൻ നിന്റെ മേലെ വാഴത്തില്ല. ഫറവോൻ നിന്നെ അടിമവേല ചെയ്യിക്കത്തില്ല. നിനക്ക് ഒരു നിമിഷം വിശ്രമമില്ല. അവൻ പ്രാർത്ഥിക്കാൻ നിനക്ക് പ്രാപ്തിയില്ല. വന്ന് നീ മിനിസ്ട്രി ചെയ്യേണ്ട അനേക സ്ഥലങ്ങളിൽ നീ കാണപ്പെടുന്നില്ല. പക്ഷെ നിനക്ക് ടൈമില്ല. അവൻ യു ആർ സോ ബിസി. മറ്റുള്ള കാര്യങ്ങൾ നീ വ്യാപൃതയാ. പക്ഷെ ഇന്ന് പകൽക്കാലം ഓർത്തോ, ദൈവസന്നിധിയിൽ വസിക്കുന്നത് പോലെ വേറെ ഒരു സന്നിധിയുമില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വസിച്ചിട്ടല്ലാതെ യാതൊരു കാര്യങ്ങളും സാധിക്കത്തില്ല. ദൈവസന്നിധിയിൽ വസിക്കാതെ വരുമ്പോൾ നീ കഷ്ടങ്ങൾക്കകത്ത് അകപ്പെடும். ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ സ്വന്തം നിന്നെ ആ ഭാരം പിന്നെ അലട്ടാൻ ഇടയാകത്തില്ല. ഭയം നിന്നെ അതിജീവിക്കത്തില്ല. ദൈവസന്നിധി അകന്ന് നീ സ്വയത്തിൽ നിന്റെ കഴിവ് കൊണ്ട് കാര്യങ്ങളെ സ്ട്രേറ്റൻ ആക്കാൻ നോക്കുന്തോറും പേടിയിലായിരിക്കും നീ ചെയ്യുന്ന. അബ്രഹാമെ ക്ഷാമം വന്നപ്പോൾ അവൻ നീ വന്നത് എവിടെയാന്ന് ഓർക്കണമായിരുന്നു. അബ്രഹാമിനെ വിളിച്ചിറക്കി തിരിച്ചത് ഞാൻ ഈ തൂത് വരുന്നതുകൊണ്ട് കുഞ്ഞ് പറയാത്തോട് ചേർത്ത് പറയുന്നതിനെ ചോദിച്ചാൽ ആ തൂത്, ആ മർമ്മം അതിനകത്ത് കിടക്കുന്നത് ആത്മാവിൽ കാണുന്നതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ബൈബിൾ പറഞ്ഞു അവൻ നടന്നു. He reached the land of Canaan. അവൻ കനാൻ നാട്ടിലെത്തി. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ. പക്ഷെ ആ കനാൻ നാട്ടിൽ എന്തുകൊണ്ടെന്നറിയാമോ? ക്ഷാമം. എന്തിനാ ചോദിച്ചില്ല, നീ കനാനാവോ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു. നിന്റെ പ്രവൃത്തിയിൽ ശരണപ്പെടാതിരിക്കാൻ ചില സമയത്ത് അപ്പം എന്ന കോലിനെ അപ്പത്തിന്റെ ദേശത്ത് ബെത്ലഹേമിൽ നമ്മൾ ഒടിക്കും. എന്തിനാണെന്നറിയാമോ? നിന്റെ ശരണം ദൈവത്തിൽ വെക്കാൻ. മോവാബിലേക്ക് അല്ലയോ നവോമിയെ മധുരമേ ഓടാനല്ല. അവൻ നവോമി ഓടി കൂടാരവ അവിടെ ഭർത്താവും തലമുറയും നഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, നീ എന്നെ നവോമി എന്ന് വിളിക്കലേ, നീ മാറാ, കൈപ്പെന്ന് വിളിക്ക. കാരണം എന്താ? അപ്പത്തിന്റെ ഭവനത്തിൽ അപ്പം ഒഴിഞ്ഞപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവത്തോട് പറ്റി നിൽക്കാതെ ബുദ്ധിയുടെ പ്രമാണത്തില് നേരെ മോവാബിലേക്ക് ഓടി. അതിനെ അബ്രഹാം ചെയ്തത്. അവൻ ക്ഷാമം ദേശത്ത് വന്നു. അവൻ കനാനാട്ടിലെത്തി. അവൻ സ്വന്തം ചെയ്തു യാഗപീഠം പണി ദൈവത്തെ ആരാധിച്ചു. അപ്പം എന്ന കോലം ഒടിച്ചപ്പോൾ പെട്ടെന്ന് ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് നീങ്ങി. നീ ബുദ്ധി കൊണ്ട് ഓടുന്തോറും നീ ടയർഡാകും. യു cannot straighten it. അവൻ give it into God's hand. ദൈവ കയ്യിലോട്ട് കൊടുക്ക. അവനെ എന്നാ ചോദിക്കണ്ട, കർത്താവേ ഞാൻ കാണിക്കാൻ നീ എന്നെ കാണിച്ചു. ഇപ്പൊ ഇല്ല. അപ്പനോട് അപ്പത്തിന്റെ കാര്യം പറയുന്നതിന് പകരം ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് നോക്കി എവിടെ കിട്ടും, എവിടെയുണ്ട് എന്റെ പ്രശ്നം, എന്റെ കുറവ് തീർക്കാൻ, എന്റെ ക്ഷാമം, എന്റെ പട്ടിണി തീർക്കാൻ. അന്നേരം കണ്ട് ഈജിപ്തിലുണ്ട്. ഈജിപ്തിലേക്ക് അവൻ ഓടുമ്പോ ഓർത്തോണം, നാഥനോട് ആലോചിച്ചു. അപ്പന്റെ അടുക്ക വസിക്കാതെ ഓടുമ്പോ നിനക്ക് പേടി വരും. പേടി. അവൻ നോക്കൂ, ദൈവത്തോട് ആലോചിക്കാതെ ഭയം വന്നു. കുഞ്ഞു പറഞ്ഞ ആ ദൂതൻ ഞാൻ കണക്ട് ചെയ്യും അവനുമായിട്ട്. അബ്രഹാം പേടിച്ചിട്ട് ഭാര്യയോട് പറയാ, നീ എന്റെ ഭാര്യയായി എന്ത് പറയരുത്. ഭയം. ദൈവസന്നിധി, ദൈവപ്രസൻസ് വിട്ട് നീ ഓടിപ്പോകുമ്പോൾ നിന്റെ ജീവിതത്തെ പിടിക്കുന്ന ഒരു കാര്യം ആ ഭയം. നിനക്ക് പിന്നെ പേടിയാ. പിന്നെ നീ ജീവിക്കുന്ന ഭയത്തിൽ. അതുകൊണ്ട് നീ ഓടും, അധ്വാനിക്കും. ഉള്ള സത്യം പറയേണ്ടത് പറയത്തില്ല. നീ അടക്കി വെക്കും. ചെയ്യേണ്ട പ്രവർത്തിക്കത്തില്ല. നമുക്ക് മിസ്രൈം ദേശത്ത് എപ്പോഴും പറയും, ഇവളെന്റെ സിസ്റ്ററാ, ഭാര്യ ആയിരിക്കും സിസ്റ്റർ എന്ന് പറയുക. അവസാനം എന്ത് പറ്റിയെന്ന് അറിയാം? നമ്മൾ വായിച്ചു നോക്കണം. സോ സ്കേറി. ഫാറോ ആരെ കൊണ്ടുപോയി അറിയാമോ? അവൻ സാറായിയെ ഫാറോ സ്വന്തം പാരീസിൽ കൊണ്ടുപോയി തന്റെ ഭാര്യയാക്കി. നിങ്ങൾ വായിക്കണം. അവളെ ഭാര്യയായി എടുക്കാൻ സംഗതി വന്നുവല്ലോ. എന്നിട്ടും മിണ്ടുന്നുണ്ടോ? Abraham is not even speaking out a single word. സ്വന്തം ഭാര്യയെ ഫറവോൻ ഭാര്യയാക്കിയപ്പോഴും മിണ്ടുന്നില്ല. ഇതാ പറയുന്ന ഭയം. നിന്റെ മേൽ ദൈവസന്നിധി വിട്ട് മാറുമ്പോൾ ഭയം വരുമ്പോൾ നീ സത്യം പറയത്തില്ല. നീ ഫിയറിലാ ജീവിക്കുന്നത്. അത് നിന്റെ നന്മകൾ ഒത്തിരി നഷ്ടപ്പെടാൻ മുഖാന്തരമാകും. നിനക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഉടവരഹസ്യ ഹല്ലേലൂയ. അവസാനം ദൈവം ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു തന്റെ ഭക്തന് വേണ്ടി. അതാ ഒരു പ്രത്യേകത. ദൈവവചനം കേട്ട് നീ ഇറങ്ങിയ ആഴമെന്നോർക്കാതെ ആഴമറിയാതെറിഞ്ഞാൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ടാകും. പക്ഷെ ഭക്തന്മാരെ നമ്മൾ വായിക്കുന്നുണ്ട്, കോവർ കഴുതയെ പോലെ, ബുദ്ധിയില്ലാത്ത കഴുതയെ പോലെ ആകരുത്. കഴിഞ്ഞാനിട്ട് നിയന്ത്രിക്കേണ്ട അവസ്ഥകൾ ദൈവമക്കൾ ആകരുത്. തിരിച്ചറിഞ്ഞ് സത്യത്തോട് അടുത്തു വരണം. എന്തിനാ കടിഞ്ഞാനിടുന്നത്? സ്വന്തം തോന്നിയ വഴിക്ക് പോകുമ്പോഴായി കടിഞ്ഞാനിട്ട് പിടിച്ചു വലിക്കേണ്ടി വരുന്നത്. ഇല്ല, നേർപാതയിൽ പോകത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട്, അവൻ ബുദ്ധിയോട് നടക്കത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ദൈവത്തിന് കടിഞ്ഞാനിടേണ്ടി വരുന്നത്.
പകൽക്കാലം ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. അങ്ങനെ സംഭവിപ്പാനിടയാകല്ലേ. ഇവിടെ നാം വായിക്കുന്നു, അവൻ ഭയം നമ്മെ ഗ്രസിക്കും ദൈവസന്നിധി വിട്ട് മാറിയാൽ. അവൻ പിന്നെ നമ്മുടെ ആക്ഷൻ ഒരിക്കലും ദൈവികമായിരിക്കത്തില്ല, ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തിയായിട്ട് മാറും. I want to conclude by saying restoration is not something to be embarrassed about. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, നാണക്കേടിന്റെ അവസ്ഥയല്ല ആമേൻ യഥാസ്ഥാനപ്പെടൽ. ശരിയാ, യഥാസ്ഥാനപ്പെടേണ്ടി വരുമ്പോൾ നിന്റെ കുറവ് ഏറ്റുപറയേണ്ടി വരും. അതിനൊരിക്കലും നാണക്കേടായിട്ട് കാണല്ലേ. അവൻ പലപ്പോഴും ഒന്ന് പറഞ്ഞാൽ നാണക്കേടാവും. ഇല്ല, വ്യവസ്ഥയിലേക്ക് മടങ്ങി വരുന്നത് നാണക്കേടല്ല, അത് നിന്റെ ഹോണസ്റ്റിയാ, സത്യസന്ധതയാ. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരുന്നത് കുറവേറ്റു പറയുന്ന നാണക്കേടല്ല, അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന അവസ്ഥയാ. ഒരിക്കലും അത് നാണക്കേടായി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ച് നീ ലംഘനം മറച്ചു വെക്കരുത്, തെറ്റിനെ മൂടി വെക്കരുത്, സത്യമനുസരിക്കുന്ന ചുവട് വെക്ക്. ദൈവപ്രവൃത്തി കണ്ണാല കാണാനിടയായിത്തീരും. ഇന്ന് അമേൻ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന അനേക നന്മകളിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന കാണാനിടയായിത്തീരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരത്തക്കവണ്ണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെ നിനക്ക് കാണാനിടയായിത്തീരും. അതുകൊണ്ട് അവൻ സ്വന്തം ഒരിക്കലും എംബാരസ്മെന്റ് ആയിട്ട് ചിന്തിക്കരുത്. അവൻ നിന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് യഥാസ്ഥാനപ്പെടുവാൻ അടുത്ത് വരുന്നത്. It is something that everyone needs because no one is perfect. ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ ഉൾപ്പെടെ താഴെ ഏറ്റവും കുഞ്ഞുവരെയും ആവശ്യമുള്ളൊരു കാര്യമാണ് യഥാസ്ഥാനപ്പെടേണ്ട അവസ്ഥ. കുറവുകളെ, തെറ്റുകളെ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ ഒരിക്കലും നാണക്കേടായിട്ട് തോന്നരുത്. ഐ ആം റോങ് എന്ന് പറയാൻ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ ദൈവമക്കൾ അതിനുവേണ്ടി സത്യസന്ധത കാണിക്കുമ്പോൾ അവൻ ഒരു മനുഷ്യൻ നല്ലവനാരുമില്ല ഒരുത്തൻ പോലും എന്ന് ബൈബിൾ പറയുമ്പോൾ അത് പ്രസംഗിക്കുന്ന വലിയ പ്രസംഗകനാണേലും ഏറ്റവും വലിയ പാപിയായ മനുഷ്യനാണേലും ഒരുത്തൻ പോലും നല്ലവനില്ല. അത് ഏറ്റു പറയുമ്പോൾ അതെല്ലാവർക്കും അത് അനുഗ്രഹമായി തീരും. Holiness is not a standard we climb up to. It is a life that God restores us into. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ഞാൻ വലിഞ്ഞു കയറുന്ന ഒരു ഉന്നത സ്ഥലമല്ല. ഒരു മനുഷ്യർക്കും വിശുദ്ധിയിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റത്തില്ല, കാരണം നല്ലവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ എന്താണ് വിശുദ്ധി? ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്നൊരു പദവിയാണ് വിശുദ്ധി. എനിക്കും നിങ്ങൾക്കും അവന്റെ കൃപയാൽ തരുന്ന ഒരു പദവിയാണ് വിശുദ്ധി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം ഈ മാസത്തിൽ നമ്മൾ വായിച്ച 85-ാം സങ്കീർത്തനത്തില് അവൻ 4-ാം വാക്യത്തിലാണ് എന്ന് പറയുന്നു, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞാനും നിങ്ങളും വലിഞ്ഞു കയറുന്നൊരു ഇടമല്ല, ഞാൻ ഇത് ചെയ്തില്ലാത്തത് കൊണ്ട് വിശുദ്ധനല്ല. ദൈവം നിന്നെ ഉയർത്തുന്നൊരു പദവിയാണ് വിശുദ്ധി. ഈ സത്യം അവൻ പരിശുദ്ധാത്മാവ് അവൻ സഭയിൽ പോഴിക്കാൻ കഥാവ് അവൻ ഓർപ്പിക്കുക, അവൻ തെറ്റിപ്പോകാതിരിക്കാൻ. ഞാനും നിങ്ങളും വലിഞ്ഞു കയറുന്നൊരു ഇടമല്ല വിശുദ്ധി. ദൈവം നിന്നെ ഉയർത്തി തരുന്നൊരു പദവിയാണ് വിശുദ്ധി എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഗ്രഹിക്കുക. So let's stop hiding, start confessing, and let God restore you. അതുകൊണ്ട് മറയ്ക്കുന്നത് നിർത്താം, ഒളിപ്പിക്കുന്നത് നിർത്താം, ഏറ്റു പറയാം. ദൈവം എന്നെയും നിങ്ങളെയും വിശുദ്ധിയിലേക്ക് ഉയർത്തട്ടെ. ദൈവം എന്നെയും നിങ്ങളെയും മടക്കി വരുത്തട്ടെ. ദൈവം എന്നെയും നിങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുമ്പോൾ പറയാൻ കർത്താവേ എന്റെ കുറവ് ഞാൻ ഏറ്റു പറയും. നിന്റെ വചനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന എന്താണേലും ഏറ്റു പറയുകയും അത് ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. എത്ര പേര് ഏറ്റു പറയും? Thank you and may God bless you with these words. ആമേൻ. നന്ദി. ദൈവം നിങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എതിരിക്കാൻ സമയമില്ല, സമയം പുറത്തു പോയതുകൊണ്ട്. ആമേൻ. പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless. ആമേൻ. കെവിൻ മോൻ